മന്ത്രിയാണേലും തന്ത്രിയാണേലും ഉപ്പ് തിന്ന വെള്ളം കുടിക്കുന്നതാണ്. സംശയമൊന്നുമില്ല. അത് കുടിക്കണം. കാരണം എന്താ പറയുക, നമ്മളിത് പൊതുമുതലാണ്. ഇത് ഒരു വ്യക്തി പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന. അതെ, ഇവരൊക്കെ ഇത്രയും ഈ പാർട്ടി വിശ്വസിച്ച് ഇവരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് പാർട്ടിയൊന്നുമില്ല. അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചക്രക്കൊടുത്തി കഴിയുമ്പോൾ നക്കുന്നതിന് പാർട്ടിയൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ പേരിൽ വരുന്ന ഒരു ആരോപണമോ ഒരു കഴമ്പില്ലാത്തൊരു കാര്യമോ മറയ്ക്കാൻ ശ്രമിച്ചിട്ടാണ് കൂടുതൽ അബദ്ധത്തിൽ പോയി വീഴുന്നത്. കറക്റ്റ്. ഞങ്ങളെ ഒരു എസ്റ്റേറ്റിനകത്ത് വെച്ച് ഡിവൈഎഫ്ഐക്കാരെല്ലാം പിടിച്ചു വെച്ചു, ഫ്ലോറൻസ് എസ്റ്റേറ്റിലായിരുന്നു. എസ്റ്റേറ്റിനകത്ത്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വളരെ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയി. അതിൻ്റെ നടുക്കൂടെ അമ്മയിൽ നിന്ന് വിടുന്നതെന്നല്ല, കാരണം അമ്മയുടെ നിന്ന് വിട്ടപ്പോൾ മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയില്ലേ. ചില സ്ഥലങ്ങൾ നല്ലതല്ല. സുരേഷ് ഗോപി ഒറ്റ ഡിമാൻഡ് വെച്ചു, ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഈ കാർഡ് എനിക്ക് തരണം. അങ്ങനെയാണ്. സുരേഷ് ഗോപിയാണ് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ് എൻ്റെ, മൂന്നാമത്തെ മണിയും പിള്ളയാണ്. അവന് ചിലപ്പോൾ ദേഷ്യം വന്ന ചീത്ത പറയും, പക്ഷെ എനിക്കതിൽ പണക്കൊന്നും. അത് എയിംസിന് എന്തിനാണ് ഇപ്പൊ പരിഹസിക്കാൻ പോയത്? എയിംസിന്റെ കാര്യം, തെങ്കാശി എയിംസ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയം ഞാൻ വൈകിട്ട് സ്വിച്ച് അണച്ചാൽ പിന്നെ എന്ത് വിരോധം? അല്ല, എന്നോട് സംഭാഷണമൊന്നുമില്ല. എന്നെ കണ്ട ഒരു കല്യാണ സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ പോയി തോണ്ടി വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു. കാരണം പോടാന്നെങ്ങാനും പറഞ്ഞ ആൾക്കാരിക്കുമ്പോൾ മോശമല്ല. അതുകൊണ്ടാണ് ഈ കളിയാക്കുന്നത്. കളിയാക്കിയാൽ ദേഷ്യം വരുമെന്നറിയാം. അതിനെല്ലാം പറയുന്നേ. കളിയാക്കി കഴിഞ്ഞാൽ ഓമനം നീ പോടാന്നൊക്കെ പറയും. അവനാരാ പറയാമെന്ന് കഴിയും. അപ്പോൾ ഈ കേന്ദ്രമന്ത്രിയാന്നൊക്കെ മറന്നു പുള്ളിയേറി കൊത്തും. അതിന് വേണ്ടിയല്ലേ പറയുന്നത്. അല്ലാതെ എന്ത് വിരോധം? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ഒരു ഭയമില്ല. ചാണ്ടി ഉമ്മനല്ല ആരും ഒന്ന് എന്ത് പ്രസംഗിച്ചാലും എന്നെ ബാധിക്കില്ല. കാരണം ദൈവം കേൾക്കുന്നവനാണ്. PC ജോർജ് എനിക്കെതിരെ നിന്ന ആളാണ്. പക്ഷെ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ PC ജോർജ്. പിന്നെ എന്നെ വിളിക്കുകയും എന്നോട് എടാ നിനക്ക് എന്തുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന അത്ര നല്ല സ്നേഹമാണ്. ഞാനും അദ്ദേഹത്തോടെ വേണമെങ്കിൽ പക തോന്നിക്കൂടെ എനിക്ക്. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, നീ സുകുമാരൻ നായർ കൂടെ നിൽക്കണം ആണോ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. KSRTC ഒരു 99% ജീവനക്കാരും ഞാനും ഒരു ടീമായി. ആ ടീം വർക്കാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. വിമർശകർ വെളിയിലുണ്ടെന്നേ. വിമർശകർ എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അത് രാഷ്ട്രീയമല്ലെന്ന് തോന്നുന്ന ആൾക്കാർ. പിന്നെ ഇത് ആരുടെ കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഓരോന്നും ചോദിക്കും. പത്തനാപുരത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒന്നും ആരും അറിയിപ്പും കൂടാതെ നിങ്ങൾ ക്യാമറയായിട്ട് ചെന്നിട്ട് പട്ടാഴിയിലോ പട്ടാഴി വടക്കേക്കരോടുള്ള പബ്ലിക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് കയറിക്കോളൂ എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. ഒന്നും നോക്കാതെ വൃത്തിയാക്കണം. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുന്നത് റീൽസൊക്കെ എടുത്ത് ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആരോപണം ഉണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താ പറയുക, ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ വന്ന് ഇത് എടുത്തത് മാധവമിയുടെ സ്റ്റിങ്ങറാണ്. ഒരാൾ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം. റേഡിയേഷനും കീമോയ്ക്കും പോകുന്നവർക്ക് സൗജന്യം എന്ന് പറഞ്ഞു. അത് ഡിജിറ്റൽ കാർഡ് ഏർപ്പെടുത്തി. അത് ക്യാൻസർ എന്നുള്ള വേർഡിൽ ഉപയോഗിക്കില്ല. അതിൽ ഹാപ്പി ലോങ് ലൈഫ് കാർഡാണ്. ഞാൻ സായൻ ഒറ്റ കാര്യമല്ല, ഇത്രയും വർഷത്തിനെ സായൻ എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സായൻ കമ്പനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഞാനുമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അല്ല, എനിക്ക് ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും വിളിച്ചിട്ടില്ലല്ലോ. വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്.